കലയുടെ സഹോദരന്റെ ഭാര്യ നമ്മോടൊപ്പം ചേരുകയാണ്. അന്ന് കലയെ കാണാതാവുന്നത് എന്നായിരുന്നു? അന്ന് എന്തായിരുന്നു ഇവിടെയൊക്കെ പ്രചരിച്ചിരുന്നത്? അന്ന് ദിവസം ഓർക്കുന്നില്ല, ഡേറ്റ് ഓർക്കുന്നില്ല. എങ്കിലും ഒരു ഊഹം വെച്ച് പറയാം, ഒരു ഒക്ടോബർ മാസം ആയിരിക്കണമെന്നാണ് ഒരു കണക്ക് കൂട്ടല്. പിന്നെ ഞങ്ങളാണെങ്കിൽ എന്തോ അന്ന് നേരം വെളുത്ത് ഒരു ദിവസം രാവിലെ നേരം വെളുക്കുമ്പോൾ ഈ കലയുടെ ഭർത്താവിൻ്റെ അച്ഛന് രാവിലെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അവിടെ ചില പ്രശ്നങ്ങളുണ്ട്, കലയ്ക്ക് ഇങ്ങനെ ഒരു വേറെ ഒരു അഫെയറും ഉണ്ട്, അത് പിടിച്ചു, അവളവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു, അവൾ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നു, നിങ്ങൾ അങ്ങോട്ട് വരണം. ഇതാണ് ഞങ്ങൾ കേൾക്കുന്ന ആദ്യത്തെ ന്യൂസ്. വേറൊന്നും ഞങ്ങൾ അതിനു മുമ്പ് കേട്ടിട്ടില്ല. ഞങ്ങൾ അവിടെ ചെല്ലുന്നു, അവൾ അവിടെ നിൽപ്പുണ്ട്. അവൾ പറഞ്ഞു ഇവിടെ ഒരു പ്രശ്നവുമില്ല, അണ്ണൻ ചേച്ചിയും പോയിക്കുക. അപ്പം അവരെ ഈ അനിലിൻ്റെ ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു, പുള്ളി വളരെ മോശമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയതെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇനി പോരുന്നു. കുറേ കഴിഞ്ഞ് ഒരു 10-11 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരി അവിടുന്ന് ഒരുങ്ങി പുള്ളിയുടെ ഒരു ബാഗ് സാധനമൊക്കെ ആയിട്ട് ഇവിടെ വന്നു. ഇവിടെ കുറച്ച് സാധനം അവിടെ ഇരിപ്പുണ്ടായിരുന്നു, തുണികൾ, അതെല്ലാം എടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അതായത് ഞാനും ഈ ഇരിക്കുന്ന കലയുടെ കുഞ്ഞമ്മയാണ്, അമ്മയുടെ അനിയത്തി. ഇവരെ ഒരു മോളുണ്ട്, കൊച്ചായിരുന്നു അവളും ഞങ്ങളുടെ ഇവിടുത്തെ തന്നെ അമ്മാവിന്റെ മോളും. ഞങ്ങൾ 3 പേരുള്ളൂ ഇവിടെ. വേറെ ആരും വന്ന് ഇവിടെ ഉള്ളതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങൾ 3 പേര് ഇവളോട് കാര്യങ്ങൾ വെച്ച്, ഇവളന്നേരം ഞങ്ങളുടെ കാര്യങ്ങൾ പറയുന്നില്ല. ഇങ്ങനെ കേട്ട സത്യമാണോ എന്ന് പോലും അവൾ പറയുന്നില്ല. അതൊന്നും നിങ്ങൾ അറിയണ്ട. ഇച്ചിരി തന്നിഷ്ടമുണ്ടായിരുന്നു, തന്നിഷ്ടക്കാരിയായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് അവള് സ്വയം ഇവിടുന്ന് ബാഗും ഒക്കെ എടുത്തുകൊണ്ട് ഇവള് പോയി. കുറെ കഴിഞ്ഞപ്പം ഞങ്ങളുടെ അച്ഛൻ അങ്ങോട്ട് പോയേക്കുമായിരുന്നു. അച്ഛൻ വന്ന് അച്ഛനോട് ഞങ്ങൾ വിവരം പറഞ്ഞു. അച്ഛൻ പുറകിന് പോയി കുട്ടിയെ വിളിച്ചു, അവൾ വന്നില്ല. അച്ഛൻ പറഞ്ഞത് വെച്ച് അവിടെ ഒരു ഓട്ടോ വന്നു, അവൾ ഓട്ടോയിൽ കയറിപ്പോയി. ഇത്രേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ അവളെപ്പറ്റി അന്നുള്ള വിവരം. അത് കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തോളം അടുത്തൊരു 10-28 ദിവസം കഴിഞ്ഞ ശേഷം ഇതുപോലെ പിന്നെ ആരൊക്കെയോ പലതും പറഞ്ഞെടുക്കുക. എൻ്റെ ഭർത്താവ് ഇതുപോലെ പരുമലക്കടവിലോട്ടം കണ്ട് എന്നപ്പോൾ ആരോ പറഞ്ഞു കല മരിച്ചുപോയി എന്ന് ഇങ്ങനെ ആരോ പറഞ്ഞെന്ന് പറഞ്ഞു. പുള്ളി വിഷമിച്ച് ഇവിടെ കയറി വന്ന് ഈ കല മരിപ്പം ഞങ്ങളും ഇങ്ങനെ ഒത്തിരി വല്ലാതെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നതിൻ്റെ പിറ്റേന്ന് രാവിലെ കലയുടെ ഫോൺ വരുന്നു, കല വിളിക്കുന്നു. അപ്പം ഞാൻ അടുത്തത് മോനെവിടാന്ന് ചോദിച്ചോ പറഞ്ഞു പാലക്കാടാണ്. പിന്നെ ഇപ്പം ഞാൻ കാര്യങ്ങൾ ചോദിച്ചു, ഇനിയെങ്കിലും കാര്യം പറയാനോട് എന്താണ് ഇങ്ങനൊരു ഇവർ പറഞ്ഞ് ശരിയാണ് ചേച്ചി, സൂരജ് എന്നാണ് ആളുടെ പേര്. ഞാൻ സൂരജ് എന്ന് പറയുന്ന ആളോട് സന്തോഷത്തോടെ ജീവിക്കുന്നു, തിരക്കൊന്നും ആരും വരണ്ടെന്ന് പറഞ്ഞു. അതായത് കലയെ ഒരു ദിവസം കാണാതാകുന്നു, അതിനുശേഷം പിന്നീട് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണോ കല നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്? 1-2 മാസത്തിനകമാണ്. മാസങ്ങളൊന്നും കഴിഞ്ഞില്ല, ഒരു മാസം ആയിക്കണാലും കൂടി 1-2 മാസത്തിനുള്ളിൽ കല ഇങ്ങോട്ട്. അത് കഴിഞ്ഞ് ഒരു ദിവസം കൂടെ വിളിച്ചപ്പം ആങ്ങളെ അച്ഛനും വീട്ടിലുണ്ടായിരുന്നു. അവരെന്നോട് എന്നെ വഴക്കുകാരനൊന്നുമല്ല, അവള് പോയതിന്റെ ഒരു വിഷമം അവരുടെ ഉള്ളിലുള്ളതുകൊണ്ട് അവരൊത്തിരി എന്നെ വഴക്ക് പറഞ്ഞ് എന്തിനാ അവിടെ ഫോൺ വന്നപ്പോൾ എടുത്തു, പിന്നെ അവളോട് സംസാരിച്ചു, ഞങ്ങൾ ഉപേക്ഷിച്ച ബന്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അവളോട് സംസാരിച്ച് കഴിഞ്ഞ് അവരെന്നെ വഴക്ക് പറയും. പിന്നെ അവൾ വിളിച്ച് നിർത്തി. കുറെ കഴിഞ്ഞ് അതിൻ്റെ ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പം അന്ന് എൻ്റെ കയ്യിലോട്ട് ഫോൺ കിട്ടി. ഇവിടെ നമ്പർ ഞാൻ എഴുതിയിട്ടിരുന്നു. ഞങ്ങളുടെ ഇതൊന്നും അല്ലായിരുന്നു, വീട് പലകയടിച്ച് ഒരു പഴയൊരു ഷെഡായിരുന്നു. ആ ഷെഡിൽ ഇങ്ങനെ നമ്പർ എഴുതിയിട്ട് ഞാൻ ആ നമ്പറിലോട്ട് വിളിച്ചപ്പോൾ അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല. അതായത് കല അന്ന് നിങ്ങളോട് വ്യക്തമായി പറഞ്ഞിരുന്നു സൂരജ് എന്ന് പറഞ്ഞ ഒരാളുമായിട്ട്, പേര് മാത്രം, ആ വ്യക്തിയെ കുറിച്ച് കൂടുതലൊന്നും നിങ്ങൾ അന്വേഷിച്ചില്ല? ഇത് അന്വേഷിച്ചില്ല, ഇവിടെ ആരും അന്വേഷിച്ചില്ല. ആ സൂരജ് എവിടെ ഉള്ളതാണെന്നും ആരാണെന്നും ഇവിടെ ആരും അന്വേഷിച്ചില്ല. ആ സമയത്ത് അനിലിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു? അനില് ഇവള് പോയതിന്റെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അനില് ഗൾഫിലായിരുന്നു, എവിടാന്നറിയത്തില്ല. ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളെ കണ്ടായിരുന്നു. ഇവിടെ വന്നില്ല. ഞങ്ങൾ ഇതിൽ അമ്പലത്തിലോട്ട് പോകുമ്പോൾ കണ്ടപ്പോൾ ചോദിച്ചു, അവളിങ്ങനെ സങ്കടമായിട്ട് തന്നെ പറഞ്ഞു, അല്ലാതെ അവളെ കൊല്ലും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അവനെ. അവളെന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു വളരെ വിഷമിച്ചാണ് അന്ന് അവനെ കണ്ടത്. പിന്നെ അനിൽ ഞാൻ അവളെ കണ്ട അങ്ങനെ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനൊന്നും അനിൽ പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അനിൽ അന്ന് കണ്ടപ്പോൾ അനിൽ സങ്കടത്തോടാണ് ഞങ്ങളോട് സംസാരിച്ചത്. പിന്നീട് കലയെക്കുറിച്ച് ഒരു വിവരം ഉണ്ടായിട്ടില്ല, വർഷങ്ങളായി. നിങ്ങൾ അതിന് ഒരു പോലീസിൽ അന്വേഷണം നടത്താനോ ഒന്നും പോയില്ല? എന്തുകൊണ്ട് പോയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അച്ഛൻ അതിനോട് താല്പര്യപ്പെട്ടില്ല, അതാണ് സംഭവിച്ചത്.
നിലവിൽ കലയ്ക്കൊരു മോനുണ്ട്, ആ മോൻ വരാറുണ്ടോ, അല്ലെങ്കിൽ അന്ന് എങ്ങനെയായിരുന്നു? അന്ന് കുഞ്ഞിന് 1.5 വയസ്സേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞൊരു അവരുടെ വീട് അടുത്തല്ലേ, ഇതുവഴി പോയപ്പം ഇവിടെ ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മ പറഞ്ഞു മോൻ്റെ അമ്മ വീടാ അതെന്ന് പറഞ്ഞു. അവിടെ ചെന്നാൽ മോൻ്റെ അമ്മയുടെ ഫോട്ടോ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പെരവണി നടന്നിട്ട് ഞങ്ങൾ ഇപ്പറേ വീട്ടിൽ ഞങ്ങളുടെ അനിയൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം വീട്ടിൽ വന്ന് കയറി വന്ന് ചോദിച്ചു എന്താ മോനെ ചോദിച്ചപ്പോൾ അമ്മയുടെ ഫോട്ടോ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. കുറച്ച് നേരം അമ്മയുടെ ഫോട്ടോ നോക്കി ഒരു 1/4 മണിക്കൂർ കൂടി ഇരുന്നിട്ടാണ് പിന്നെ വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ഭർത്താവുമായിട്ട് കുഞ്ഞ് നല്ല കമ്പനിയാണ്. അവനെ പഠിക്കാൻ കൊണ്ടുവന്നതും കൊണ്ടുവരുന്നതെല്ലാം എൻ്റെ ഭർത്താവ് തന്നെയാണ്. അതുപോലെ അനിലുമായിട്ട് നല്ല സൗഹൃദത്തിൽ തന്നെയാണ് അവർ പോകുന്നത്. അനിലിഞ്ഞിട്ട് വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ആ സമയത്ത് കലയും അനിലും തമ്മിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല, നല്ല രീതിയിൽ തന്നെയായിരുന്നോ? കല്യാണം കഴിച്ച അന്ന് മുതല ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് ഇവരൊക്കെ പറഞ്ഞുള്ള അറിവേ നമുക്കുള്ളൂ. പക്ഷെ അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്നോ ഒന്നും. അതായത് അനിലിന്റെ വീട്ടുകാർക്ക് ഈ ജാതി മാറി വിവാഹമായതുകൊണ്ട് എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളായിരുന്നു. ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. അമ്മ ബഹളമായിരുന്നൊക്കെ ഇങ്ങനെ അവള് പറഞ്ഞല്ല, പൊതുവെ ആരൊക്കെയോ പറഞ്ഞിങ്ങനെ ഇത് കേട്ടിട്ടുണ്ട്. അച്ഛൻ പക്ഷെ യാതൊരു പ്രശ്നമുള്ള മനുഷ്യൻ. അച്ഛനോ അനിലോ അവരുടെ ബന്ധുക്കളോ ഒന്നും ആരും അങ്ങനെ ഒന്നും ഇവളെ പറ്റി ഇതായിട്ട് പറഞ്ഞിട്ടൊന്നും ഇല്ല. അതായത് അനിലിന് കലയെ കൊല്ലാനുള്ള തരത്തിലൊരു ദേഷ്യമൊന്നും ഇല്ലായിരുന്നു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ആ സമയത്ത് അവന്റെ ഒരു ഞങ്ങൾ കണ്ട സമയത്ത് ഇത് വെച്ച് അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല അനിൽ അങ്ങനെ കല കൊല്ലാൻ നടക്കുന്നവനാണെന്നൊന്നും തോന്നിയിട്ടില്ല. പിന്നെ അനിലുമായിട്ട് അങ്ങനെ ഒരു രീതി സംഭാഷണം ഉണ്ടായിട്ടില്ല. അനിൽ കാരണം 15-ാം പക്കം കല്യാണം കഴിച്ചൊരു വ്യക്തി അവളെ അന്വേഷിച്ച് പോകത്തില്ലല്ലോ. സ്വന്തം ജീവിതം അവൻ തെരഞ്ഞെടുത്ത് പിന്നീട് അപ്പം ആ കല അന്വേഷിച്ച് അനിൽ പിന്നെ പോകത്തില്ലല്ലോ. അങ്ങനൊരു ചിന്തയിലായിരുന്നു അവളിന്നും ഉണ്ട് എന്നുള്ള ഇത് തന്നെ കള്ളമാണ് ആയിരിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഈ കേട്ടതൊക്കെ.